हेलो दोस्तों, आप सभी का स्वागत है हमारे इस यूट्यूब चैनल सरियल रिएक्शन में। तो दोस्तों आज हम रिएक्ट करने वाले हैं लोका चैप्टर 1 के इंट्रो सीन पर। तो चलिए दोस्तों, देर नहीं करते और शुरू करते हैं आज की वीडियो का रिएक्शन। रिएक्शन। ओह കിട്ടിയോ? അവിടെ മൊത്തം ഇഷ്ടാറിന്റെ ആൾക്കാർ ഇപ്പൊ എത്തും. എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം. പിടികൊടുക്കരുത്. മൂത്തോന് നീ മകള് തന്നെയാ. അല്ലാന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. നീ വാ. ऐसा लगता है किसी हॉस्टेज सिचुएशन में। ओह क्या tam लिए? Dom. क्या go ima? Iskam je živa. ओह, स्मार्ट भाई साहब। जो उनकी तरफ आ ही नहीं पाएंगे। एग्जैक्टली वो जबरदस्त। जबरदस्त, सही। ಪ್ರಕಾಶಣ್ಣ ಬಂದವ್ ನೋಡಿ, ಅವರು ನಿಮ್ಮವ್ರು ಬಂದವ್ ನೋಡಿ ಆ ಕಡೆ. भाई साहब सही लग रही है ना। एग्जैक्टली എന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? നീ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല, മൂപ്പര് പറയും. वो कौन? അതാരാ? അതിവിടെ ഉള്ളവനാ, ലോക്കലാ. लगता है वो अपनी विश्वसिक्का। आइडेंटिटी छुपा रहे हैं। അവൻ എനിക്ക് എൻ്റെ അനിയനെ പോലെ. ബാ. Live like this and never show. Roots that never hold, never grow. I'm running out of places to go. ജീവനോടുണ്ടല്ലേ? Yours, मतलब നിനക്കൊരു മാറ്റമില്ലല്ലോ പെണ്ണെ. താനങ്ങ് വയസ്സനായി. मतलब उन्होंने उनको बोला यू आर ग्रोइंग ओल्ड। हाँ, शायद वो पहले से उनको ഇത് जानती हो। നിനക്ക് തരാൻ വേണ്ടി വാങ്ങി വെച്ചതാ, വായിച്ചു നോക്ക്. ഇതുപോലെ എത്ര പുസ്തകങ്ങൾ വന്നിരിക്കുന്നു, ഇതിലൊന്നും വലിയ കാര്യമില്ല. നീ ഇയാളാരാ? ഈ ജോസഫ് ഡൊമിനിക്. അതൊരു പെൻ നെയിമാണ്, ഇറ്റ്സ് നോട്ട് ഹിസ് റിയൽ നെയിം. എന്തായാലും ഈ ഓണറിൽ ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും ഡീറ്റെയിലിംഗ് ഉള്ള ബുക്കാണ്. നമ്മുടെ ഐതിഹ്യമാലയേക്കാൾ വിവരങ്ങളുണ്ട്, നിനക്കിഷ്ടപ്പെടും. ना मतलब सारी आइडेंटिटी नहीं बना रहे हैं वो लोग, ऐसा लग रहा है ना। ഇനി വരുമ്പോൾ ഞാൻ ഉണ്ടായിന്ന് വരില്ല, എൻ്റെ മകനുണ്ടാവും. അവനെല്ലാ കാര്യങ്ങളും അറിയാം. वो तो इनका बेटा है, वो है ना। एग्जैक्टली ऐसा लग रहा है कि हर बार उनको नई आइडेंटिटी की जरूरत पड़ती है शायद। ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രശ്നങ്ങളൊന്നും പോയി ചാടരുത്. ബാക്കി കാര്യങ്ങൾ കുമാർ നോക്കിക്കോളൂ. बट वो कुछ बुरा नहीं लग रहा है देखने में, ऐसे क्रिमिनल विमिनल टाइप नहीं लग रही ना। ऐसे गाने सुनना पसंद है उन्हें। अब नया घर है धूलपुरी। एग्जैक्टली वो क्या? ओह वाओ, सारे पुराने सामान है वो। एग्जैक्टली A thousand souls may come and go, but time is my enemy forever and more. And I
me on. That was just another day, another place. That was just another day, another place. That was just another day, वो another शॉक हो गई ना उन्हें देख के. एग्जैक्टली. That was just another day, another place. देखा और पर्दा लगा दिया. उनको शायद वो जानती होंगी. हाँ नहीं. ഈ കാണുന്നതാണ് ആൽഫ സെന്റർ. അത് നമ്മുടെ അടുത്തുനിന്നൊരു 4.37 ലൈറ്റ് ഇയേഴ്സ് എടാ, അകലെയാണ്. ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ലല്ലോ, പിന്നാരാ? കഴിച്ചില്ലായിരിക്കും. എന്താ? അല്ല, അയ്യോ, അനു. സ്ഥിരം പരിപാടി തന്നെയല്ലേ? Hi. ഹായ്. എന്താ? ഇതെന്റെ ബോയ് സ്കറിയ. ഏ, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പോവാ. അയിനി? സ്കറിയക്ക് പൂച്ചേനെ അലർജിയാണ്. അപ്പോ അതുകൊണ്ട് ജാങ്കോനെ എനിക്ക് നോക്കാൻ പറ്റില്ല. ആരെ? ओके. യു ഹാവ് ടു Cat. ടേക്ക് ഹിം ബാക്ക്. പോയെ. നീ തന്ന ഗിഫ്റ്റാ, ഞാനാ? വേറെ ആർക്കും കൊടുക്കാൻ തോന്നുന്നില്ല. ഒന്ന് പോയെ. കൊടുത്ത ഗിഫ്റ്റ് തിരിച്ചു മേടിക്കുന്ന ഏർപ്പാട് എന്തായാലും ഈ സണ്ണിക്കില്ല. മാത്രമല്ല എന്റെ വേണു സാറിനും പൂച്ച അലർജിയാണ്. അവന്റെ ഒരു വേണു. നമ്മള് ബ്രേക്കപ്പ് ആണുള്ള കാരണം അവനാ. നിനക്ക് എന്തിനു അവൻ മാത്രം മതിയല്ലോ. അനു, उनकी He's my गर्लफ्रेंड थी best वो friend. शायद. हाँ. ഓ അതെനിക്കറിയാം. രണ്ടുപേര് ഫുൾ ടൈം കള്ളും കുടിച്ച് ഒരു ജോലിക്കും പോകാണ്ട് വീട്ടുകാരുടെ കാശും പറ്റിച്ച് നടക്കല്ലേ. അവൻ ഇതുവരെ മെഡിസിൻ ക്ലിയർ ചെയ്തോടാ നീ? ആ ഇല്ല. നീ BPO ജോലിയും വിട്ടിട്ട് ഇരിക്കാൻ തുടങ്ങിട്ട് 8 മാസമായില്ലേ? ഞാൻ ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഉണ്ടാ, പണിയെടുക്കാൻ വയ്യ, അത് തന്നെ. മറ്റവൻ എന്തിയാ ഊരുതണ്ടി? അനു, काफी स्ट्रेट मदी. फॉरवर्ड. അപ്പൊ वो മനസ്സിലായി सबको जानती है, सबको Exactly. पहचानती है. തിരിച്ചു നിൽക്ക്, ഞാൻ നോക്കിക്കോളാം. ഇവന് ചെവിയേക്കില്ലെന്ന് അറിയാലോ. ആ, പ്ലീസ് ടേക്ക് ഗുഡ് കെയർ ഓഫ് ഹിം, ഓക്കെ? ആ, പാവാ. ബാ. ആ, एक गर्लफ्रेंड थी वो भी. ആ സാർ ഇവിടെ ഉണ്ടോ? ഉണ്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞു ഊരുതണ്ടി. खतरनाक पार्टी चल रही है यहाँ पे. ഓട്രാ, ഒരു പൂച്ചല്ലേ, നമുക്ക് നോക്കാം. ആ. സെഡാവില്ലേ നീ? അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം, സുന്ദരിയ. ഡീറ്റെയിൽ ആയിട്ട് പറ, അവളെന്താ ഇട്ടിരുന്നേ? ശവം. ये लड़कियों के बारे में जो लड़कों की बातें चलती रहती है वैसा ही दिखाया है. भाई साहब. കടലായി Oh God. കര കാണാതെ നീന്തുന്ന പ്രായം. ഇതാരാ? ഈ സാധനം പോയില്ലേ? ഇതാ രൂപയുടെ ഫ്രണ്ടാ. ഇത് പോവൂലേ? എടാ, അവൻ എവിടെ वो सोया ही मर गया. ചിക്സ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. वो उसके दोस्त के साथ आया था, वो वहीं पे सो गए. Exactly. Oh God. बस पार्टी वार्टी चलती है इनकी शायद. मुझे नहीं लगता वो किसी हायर स्टडीज के लिए आए हैं. നഗരമേതൊരുങ്ങി നിന്നേ പറയുവാൻ इतने सिमिलर स्टोरी है ना, एक अपार्टमेंट के बॉयज इतनी पार्टी कर रहे हैं और और ये इतने वो के अकेली रहती. So you prefer night shifts? Yeah, I have classes in the afternoon, so nights would be better. Works for us. Welcome. sir. പറയുവാനകമേയുണ്ടേ വരിയറിയുകില്ലേ നലവര പകുതി മാഞ്ഞേ कोई लड़का उसे follow कर रहा है. വിധിയറിയുകില്ലേതോ Oh God. അതുപോലെ Nice, ah. ഒഴുകുന്ന ये सही दिखाया. ऐसे देखने में थोड़ा मजा आता है. ഇത് കണ്ടോ? ആ, നോക്കിക്കോ. ये ना बंदे सच में एंजॉय कर रहे हैं लाइफ को. सही है. എന്നെ മനസ്സിലായോ? നീ സെമിനാറിൽ നിന്ന് ചാടിയല്ലേ? ചാടി. എനിക്കിതാ ഇഷ്ടം. കുറച്ചുകൂടെ വേണോ? ഓ വേണ്ട, ഞാൻ വീട്ടിൽ പോയിക്കോളാം. എടാ, അതാ പെണ്ണ്.
പയ്യെ കണ്ണും കണ്ണും അയലത്തെ സുന്ദരി കണ്ണോ കണ്ണിൽ കൊരുത്തു ओह सही दिखाया, बहुत सही। बहुत अच्छा ट्रांसफॉर्मेशन था। രാവിൽ മാത്രം കാണും വിളക്ക് കണക്ക് തെളിഞ്ഞ മുഖത്ത് ഇരുൾ മറഞ്ഞ രഹസ്യം അറിഞ്ഞിടാം കോപപ്പെട്ടിയേ പിന്നാലെ ഞാൻ നിഴലാകുന്നേ ലോകത്താരും കടന്നെത്താത്തൊരാ വഴി കാണുന്നേ ഏതോ കഥ പോലെ ഒഴുകുന്ന കാലം ये पुरानी गर्लफ्रेंड Exactly. वो उससे उबर नहीं पा रहे हो, यहाँ पे नहीं बात। കാണാതെ നീന്തുന്ന बस शॉर्ट पे शॉर्ट चल रहा है भाई साहब। और उसका नाम देखो क्या दिखाया है सनी, और वो बॉयज वो क्या रख रही है। मुझे एक बात समझ में नहीं आ रही, मतलब वो ऐसे क्यों रह रही है खुद को छुपा के? എന്നെ ഒന്ന് കണ്ടിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ. ഒന്ന് കത്തിച്ചിട്ട് പയ്യെ സ്കൈ വാച്ച് നടന്നാലോ? ആയിട്ട് തോന്നുന്നു. ആണ്ടറാ ഒരു ഉൽക്ക എവിടെ? കണ്ട കണ്ട ഒന്ന് പോടാ അവിടുന്ന്. ഫ്ലൈറ്റ് ആണത്. ഫ്ലൈറ്റ് അല്ലേ? ഉൽക്ക ശരിക്കും ഈ ഉൽക്കയുടെ ഉത്ഭവം उसको मेteor लगा। അറിയില്ല. കൊള്ളും വെച്ച് മാന തൂക്കിയിരുന്നിട്ട് തനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലാലേ. और उनके घर पे एक टेलीस्कोप भी है, शायद वो तारे वारे देखते होंगे ना, तो उनको ऐसे लग रहा होगा। हाँ हो सकता है। അതേതോ നോബഡി. നമ്മള് നോബഡി. ലേസ്. നീ എന്തി കാണിക്കണേ? बहुत അല്ലടാ കഴിഞ്ഞ जानते ദിവസം आ रहा है ना, എം ജി റോട്ടിൽ ഒരു इसलिए സ്ട്രീറ്റ് മജീഷ്യൻ ഇതേപോലെ पैर കളി घुमा കാണുന്നത് के। കേട്ടോ. मतलब उतने में एफर्ट्स नहीं दादा लेना है बढ़िया उनको उन्हें ले। बैठ के। हाँ। ओ गॉड वो देखो पीछे വെച്ച് Oh, പരിചയപ്പെട്ട shit. മദാമിയില്ലേ? किडनैप कर रहे थे അവള് ഏത്? കൊച്ചിയിലൊക്കെ और इन വന്നിട്ടുണ്ടെന്ന്. बेवकूफों को पता भी नहीं चला। പക്ഷെ അവൾ കൊച്ചി ഇഷ്ടല്ല. എന്താ ഞാൻ ഇവിടെ അല്ലടാ. അമ്മ എന്താ പൂക്കിന്ന് നിന്റെ ആണെങ്കിൽ പൂക്കിന്നായിരിക്കില്ല പൂ അണ്ണാ, ഉണ്ടായിരിക്കില്ല. അണ്ണാ ഏനോ കാലി കാലി उन्हें बताया कि पैर दिख रहे। अरे भाई साहब, वैसा इंसान ऐसे- बैठ कैसे सकता है? ഇന്നത്തേക്കുള്ള നന്മ ഡൺ. अरे लोग നീ ഒരു അന്വേഷണം തന്നെ. ഫേക്ക് നന്മ. meteor की बातें कर रहे हैं और इनको കഴിഞ്ഞ नॉर्मल മാസം चीजें समझ में കാണാതായ नहीं आ കൊച്ചി रही। സ്വദേശി 28-കാരൻ മനു തരകൻ ഉൾപ്പെടെ 23 പേരുടെ ഓ. തിരോധാനം ओ, अच्छा। ഓർഗൻ മാഫിയ ട്രേഡുമായി ബന്ധമുള്ളതായി സിറ്റി പോലീസ് കണക്കാക്കുന്നു. മനുവിനെ കൂടാതെ കാണാതായവരിൽ 5 മലയാളികൾ, 13 യാ. കർണാടക സ്വദേശികൾ, 3 ഇതാ ഉത്തരേന്ത്യക്കാർ. ആർക്കാടാ? പോലീസ് വൃത്തങ്ങൾ വേറൊന്നുമില്ലേ കാണാൻ? കാണാതായ കാണണമെന്നുണ്ടോ? ഒരു റിമോട്ട് നിന്റെ അല്ലേ? ഉള്ളവരാണ്. ഏ? ഇതിൽ എന്റെ കയ്യില്? പിന്നാലെ. ആ കശാപ്പിൽ നിന്ന് ലാഭം കൊയ്യുന്നവർക്ക് മനുഷ്യ ശരീരം ഇതല്ലേ റിമോട്ട്? വെറും ഒരു ആ. കച്ചവട വസ്തു മാത്രം. ഇപ്പൊ നിന്റെ അല്ലേ? ഒന്ന് മാറ്റോ? ഇരകളുടെ ഭഗവാൻ, ബന്ധുക്കൾ കിतने നടത്തിയ आलसी। പ്രസ് കോൺഫറൻസിൽ അങ്കിളെ ഡാ ആ എന്നെ വിളിക്കണം. നിങ്ങളുടെ പൂച്ച റോട്ടിലോട്ട് ഓടി. അയ്യോ ഇവിടുത്തെ പൂച്ചേ ആ अरे हाँ, वो कैट എവറാ? അതോടെ ഇല്ലടാ. വാതിലടച്ചില്ലല്ലേ? അയ്യോ സിറ്റുവേഷൻ. भाई साहब, एक तो वो रखवा के गए थे। എവിടെയാ മോളെ? ദേ അവിടെ. ജാങ്കോടാ. ഓ क्या नाम है उसका? ऊपर से उसको कैट को सुनाई भी नहीं देता है एग्जैक्टली, नाम ले तो। कुछ डिफरेंट ही नाम है उसका। കണ്ടതൊക്കെ നക്കിയെടുത്തോളാം. പിന്നെ ഓടിപ്പോയോ? ഒരു ഗ്യാപ്പ് കിട്ടി അപ്പൊ ഇറങ്ങി ഓടും. രക്ഷപ്പെട്ട് ഓടുന്നതായിരിക്കും. वो बिल्ली तो भाग गई। क्या वो वही लड़की थी क्या? क्या सब पहने जागा हुई बिड़ी। थी? സണ്ണി എന്തെങ്കിലും പറ്റിയോ? लेकिन वो कितने कितने फास्ट गई फास्ट है वहां वो, से। कार से भी ज्यादा स्पीड थी। एग्जैक्टली वही लड़की यही थी। है। क्या ये सुपर हीरो है क्या? लग तो ऐसे ही रहा है, इसलिए वो अपनी पहचान छुपा रही हो शायद। एग्जैक्टली
लेकिन बाकियों को वो दिखाई नजर भी नहीं नहीं आया. रहा. എനിക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? വേണ്ട. മോള് പേടിക്കണ്ട. പൂച്ചയുണ്ട്, കേറി പോര്. कैट ऊपर पहुंच भी गई. അയ്യോ സോറി 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 ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ आई थिंक उस लड़की के पास ना कुछ सुपरनेचुरल ताकत है, इसलिए वो छुपती छुपाई फिर रही है. ചെരുപ്പം പൊട്ടി. നീ ഇടാൻ പറഞ്ഞ തന്നെ ഇട്ടേക്കുന്നത്. ഇല്ല വഴി ഓക്കെയാണ്. രാജോ, Oh God, वो लोग ही है ना जो मुझे लोगों को हाँ किडनैप कर रहे हैं. कहीं ये ऑर्गन मतलब चुराते तो नहीं है. वही वो गैंग दिखाया था. गैंग दिखाया वो. I'll be there in 2 minutes. Okay? ഓട്ടോ. No, thank you. मैडम, ऑटो. No, no. हेली मैडम, हेली क्या है? हाँ? No, I don't need auto. मैडम, ये एरिया सही मुझे ला. तो वैसा ही लग रहा है कुछ, ले हेले, बिड़ते नहीं. क्योंकि न्यूज में भी तो वैसे ही दिखाया था ना. God. अब इसके बारे में शायद. Oh, Oh thank God. God. एक पुलिस की गाड़ी खड़ी है आगे. होगो, होगो, होगो. भाई साहब. ओके. चलो पुलिस वाले की वजह से बच गए. बच गई वो. वो पीछे तो देखो गब्बर सिंह का फोटो. Those men were Exactly. harassing me. மலையாளியா? അതെ. எங்க போற? വീട്ടിൽ. Home. நீ இந்த ஏரியாவா? No, to my friend's home. So those people were following me. உன் வீடு எங்க? HSR. இந்த டைம்ல உன் ஃப்ரெண்ட் வீட்டுக்கு எதுக்கு போற? இந்த நேரத்துலலாம் பொண்ணுங்க வீட்டில் தானே இருக்கணும். ಏನದು? ಏನಿಲ್ಲ ಮೇಡಮ್, ರೂಟೀನ್ ಚೆಕಿಂಗ್ ಅಷ್ಟೇ. ಏನ್ ಗಾಳ? ಸಲ್ಯೂಟ್ ಇಲ್ವಾ? उनसे बड़ी है. Exactly. और इन्हें सल्यूट करने में इतना क्यों? कुछ तो उनकी गड़बड़ है. पूरी सारी हेकड़ी निकाल दी उन्होंने. ಅವಳು ಯಾಕೆ ಹೇಳ್ತಾ ಇದ್ದಾಳೆ? ಯಾವನ ಆಟೋದವನ ಎದುರಿಸ್ತಾನೆ, ನನ್ನ ನೋಡಿದ ತಕ್ಷಣ ಹೊರಡು ಹೋದ್ರು. ಮೇಡಮ್ ಎಲ್ಲ ಓಕೆನಾ? ಬನ್ನಿ ಗಾಡಿ ಹತ್, ನಾನ್ ಬಿಡ್ತೀನಿ. कुछ तो वो गड़बड़ सुन भी नहीं है. रही थी वो क्या कहना चाहती थी और अपनी लगा रहे थे. इसे അവളെ എവിടുന്ന് വന്നു, എങ്ങോട്ട് പോയി? उसे समझ में भी नहीं आया कि क्या हुआ. നിനക്ക് देख क्या रहा है? ഞാൻ കണ്ടാളാ, അവളാ എന്നെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് തള്ളി മാറ്റി. എന്റെ അമ്മയാണ് സത്യം. അവളെ വേറെ ആരും കണ്ടില്ലല്ലോ, ഞാനും കണ്ടില്ല. എടാ, ഒരു വണ്ടി ചീറി പാഞ്ഞു Exactly. നിന്റെ നേരെ उनके अलावा किसी ने नहीं देखा है. മരിച്ചെന്ന് നീ ഏകദേശം ഉറപ്പിച്ചു. അപ്പൊ നീ അവളെ ഓർത്തു. മരിക്കുന്നതിന് മുമ്പ് അവളെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ നീ ആലോചിച്ചു. ഡേഞ്ചർ അടുത്ത് കണ്ടതും നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഓണായി. ഓണായ സബ് കോൺഷ്യസ് മൈൻഡ് നിന്നോട് പറഞ്ഞു, വണ്ടിയുടെ മുമ്പിൽ നിർത്തി ചാടറാ, അല്ലെങ്കിൽ നീ ചത്തുപോകുന്നു. നീ ചാടി, അത്രേ ഉള്ളൂ. നോർമൽ റിഫ്ലെക്സ് ആടാ, ഒരു സീനുമില്ല. ये नॉर्मल പക്ഷേ रिफ्लेक्स हो ही नहीं सकता. സബ് കോൺഷ്യസ് മൈൻഡ് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്ത്? അവളെ മുട്ടാൻ. ഒന്ന് പോയാടാ. ഞാൻ പോണേണ്, എനിക്ക് പഠിക്കാണ്ട്. ആ നൈജിൽ വന്ന് മുട്ടണ വേണേ ഇപ്പൊ പിടിക്കാം. उनका बहम मुझे नहीं लगता है कि ऐसा कुछ हुआ हो. नहीं. ಗುಡ್ ನೈಟ್ ಚಂದ್ರ. ಗುಡ್ ನೈಟ್. ഇന്നലെ വന്ന് മുന്നേ വന്ന് നീ എന്നെ മൈൻഡ് കൂടെ ആക്കിയില്ല. ಯಾಕೆ? ಹೇಳು. ಹೇಳು. ಅರ್ಥ ಆಗ್ತಲ್ವಾ? भाई साहब. ಯಾರು ಹೇಳು? ಪ್ಲೀಸ್. ये तो उनके साथ काम करने वाली लड़की है ना. ಸಂಸಾರ ಮುಗಿಯೋದು ಅಂತ ಹೋಗಲ್ಲ. ಹೇ ഇഷ്ടമായിട്ടില്ലേ ഞാൻ വന്നത്? കല്യാണമാക്കാനാ നിന്നെ? എനക്ക് നിന്റെ മേലെ ഡൗട്ട് ഉണ്ടാ?
ఉంటా ನೋಡ್ದ God. भाई साहब रोज नाम है उनका, रोज तो रोज निकाल निकाला हुआ। ಸ್ವಲ್ಪ ಸ್ವಲ್ಪ मुझे लगता है कोई साइको लवर है। ಭ್ರಾಂತಿಲ್ಲ ಆಯ್ತಾ ನನಗೆ ಲವ್ ಮಾಡ್ರಿ ಇನ್ ಲವ್ എനിക്ക് താല്പര്യമില്ല. Love. ಬೇರೆ ಯಾರಾவது ಉಂಟಾ? ಏಯ್ ನಿಜ ಹೇಳು, ಉಂಟಾ? Oh God. ओ भाई साहब, वो क्या तेजाब है क्या? ಹೇಳು ಉಂಟಾ? ನಿನ್ನ ಮುಖ ಉಂಟಲ್ಲ, ಯಾರು ಕೂಡ ನೋಕ್ಕಾದ ಹಾಕಿ ಹಾಕಿ ನಾನು. സുന്ദർ സുന്ദർ കളിക്കല്ലേ. ರೆಡಿಯಾ? ರೆಡಿನಾ? She's coming. Please. വേണ്ട. कितने फास्ट आई वो. Exactly. ಹೋಗು. भाई साहब गया टाइम पे, इसको तो ऐसे ही चाहिए था। उसका हाथ चल गया. God. ओ उसका भी तो जल रहा है. एग्जैक्ट, और उसे कुछ भी नहीं हो रहा। वो चिल्ला तक नहीं रही है. एग्जैक्टली। एक पंच में ही उसको देखो कैसे लग गया। भाई साहब इसके स्किल्स तो बहुत. उसकी पावर तो बहुत खतरनाक है यार। ये नॉर्मल नहीं है, इसके Exactly. पास कुछ तो सुपरनैचुरल पावर है. ಎಂತ ಇದು? ಆರವಳು ಯಾ ಕೊಡ್ತು ನಂಗೆ? जबरदस्त था। एक पंच में गिरा दिया, एक लात में. ಮದಿ इतना जबरदस्त एक्शन मैंने एक्सपेक्ट नहीं किया था। ಸಾರಿ 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 ಸಾರಿ. क्या बात है यार। റോസ് ഒന്നും കണ്ടിട്ടില്ല. जबरदस्त था, जबरदस्त। सही था. तो दोस्तों लोका चैप्टर 1 का ये इंट्रोडक्शन सीन बहुत जबरदस्त था, और मैंने एक्सपेक्ट भी नहीं किया था इस मूवी में हमें ऐसा एक्शन देखने को मिलेगा और ऐसी सिनेमेटोग्राफी देखने को मिलेंगी, और जिस हिसाब की वो कैरेक्टर है, मतलब अभी तक उसके बारे में हमें कुछ भी नहीं पता, इतना जान चुके हैं कि वो नॉर्मल नहीं है। कुछ तो है जो सच में नॉर्मल नहीं है. वो थोड़ी सस्पिशियस तो लग रही है, और उनके एक्सप्रेशन बहुत ही स्टेबल है. ऐसा कुछ उनके एक्सप्रेशन से ऐसे लग नहीं रहा है वो हैप्पी नहीं दिखाई दे रही है, Sad भी कुछ नहीं भी है, नहीं, बिल्कुल। बट एक स्टेबल रिएक्शन दिखते हैं उनके. और इस कैरेक्टर के लिए ना मुझे लगता है वो बहुत परफेक्ट है. एग्जैक्टली। और जब अब तक का जो भी सीन हमने देखा है इंट्रोडक्शन में, जो कि चंद्रा को इंट्रोड्यूस किया है, एग्जैक्टली। पहला ही सीन बहुत अमेजिंग था. Amazing. जिस तरह से उनको दिखाया गया है एक्शन करते हुए, और वो कहीं से तो एस्केप कर रही थी, कहीं से भाग के निकल गई है कुछ लेके, जो Exactly. हमें नहीं पता है. और उसके बाद कुछ लोग दिखाए गए हैं जिनके साथ वो मिलती है, कुछ बातें करती है. और उसमें मैंने एक चीज ऑब्जर्व की कि उनके साथ के नहीं पुरानी चीजें हैं बहुत सारी। हाँ, बहुत सारी पुरानी चीजें. ऐसे लग रहा है ये कुछ तो गड़बड़ है इनके साथ. एक तो इनके पास कुछ तो सुपर पावर्स है जिनको ये छुपाना चाहती हो सबसे, या फिर मुझे एक ऑर्गन जो बेचते हैं उनका गैंग भी दिखा है, पर मुझे नहीं लगता ये उनके साथ इन्वॉल्व है. कनेक्टेड होंगे बिल्कुल। मुझे ऐसा लगता है ये सुपर पावर वाला ही कुछ खेल है, और वो जो भी दिखाया गया है वो बहुत ही अच्छे से दिखाया गया. अब तक का जो भी सीन्स हमने देखे वो अच्छे लग रहे थे. और तुमने एक चीज ऑब्जर्व की उसमें, जब भी वो हीरोइन के सीन आते हैं तब सिर्फ हमको सिर्फ नाइट वाले सीन दिखाए हैं, कहीं पे भी वो मॉर्निंग वाले या फिर सुबह के सीन नहीं दिखाए. हाँ सच तो में. ऐसा तो लग रहा है कि मतलब कुछ तो हाँ, है पहला जो- सीन भी उसमें दिन नहीं था. उसके बाद हाँ वो जब आती है वो भी दिन में नहीं था. Exactly. या मैंने ऑब्जर्व नहीं किया था, पर हाँ सारे सीन नाइट में दिखाया गया, और उनकी Exactly. शिफ्ट भी नाइट वाली होती नाइट है. वाली होती है बिल्कुल. और सही है. वो जो लास्ट वाला एक्शन हमने देखा, मतलब बहुत अमेजिंग लगता है. ऐसा कहीं पे भी लगता नहीं कि वो ज्यादा दिखा रहे, बहुत अच्छा लगता है. और उनकी ताकत जो है, मतलब स्ट्रेंथ भी है, स्पीड भी है, और ऐसी जो चीजें है ना, तो मतलब आई थिंक मैं गेस करता हूँ कि
किसी वैम्पायर में हो सकती है, ड्रैकुला, या फिर नहीं, ऐसा आई डोंट थिंक सो कि ऐसे कुछ दिखाया नहीं है। हो सकता है उनके पास पहले से कुछ पावर्स हो, उसकी वजह से लग रहा हो। और मुझे बात करनी है दुलकर सलमान प्रेजेंस है। एग्जैक्टली दुलकर सलमान अपनी खुद की स्क्रिप्ट्स इतने सोच समझ के चुनते हैं, चाहे उनकी फिल्म वो बॉक्स ऑफिस पे कितना कमाए ना कमाए उनसे उनको कोई फर्क नहीं पड़ता, बट आप एक एक मूवी उनकी देख सकते हो, इतनी यूनिक होती है। अगर वो कुछ प्रोड्यूस कर रहे हैं तो वो ऐसे ही कोई मूवी प्रोड्यूस नहीं Exactly. करेंगे, उन्होंने कुछ तो सोच के ये मूवी बनाई होगी। बिल्कुल। मतलब कल्याणी प्रियदर्शन को उन्होंने कास्ट किया है, कुछ तो होगा। अभी हमें सिर्फ इंट्रोडक्शन मिला है इस मूवी का, लेकिन आगे अब तक पता तो चलेगा बहुत कि अच्छी क्या है। लगी ये मूवी। हाँ, तो दोस्तों यहाँ तक तो ये मूवी बहुत मजेदार थी, और देखते हैं आगे हमें और क्या क्या देखने को मिलता है। तो ये था दोस्तों हमारे इस वीडियो का रिएक्शन। अगर आपको ये वीडियो अच्छा लगता है तो इसे लाइक कीजिए, सब्सक्राइब कीजिए और कमेंट कीजिए दोस्तों कि हमें और कौन सी मूवीज पे रिएक्ट करना चाहिए। तो मिलते हैं दोस्तों लोका के नेक्स्ट पार्ट में। बाय बाय।